ആ ഭക്ഷണം വാങ്ങുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം നിങ്ങൾ കാണുന്നുണ്ടോ? വിശപ്പകറ്റാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് നമ്മളും. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ വിശപ്പ് നമ്മൾ അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലുള്ള ആളുകളുടെ വിശപ്പ് നമ്മൾ പരമാവധി അകറ്റാൻ നോക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് വിനോദ് ബാബു, ബി ഫോക്ക് ബാൻഡ് പാലോട്. ഇന്ന് ഞാൻ പുതിയൊരു ഇത് തുടങ്ങാൻ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ റോഡ് സൈഡിൽ കഴിയുന്ന ആരാരുമില്ലാത്ത ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ടൗണുകളിൽ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു നേരത്തെ ഭക്ഷണം, അതായത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ രീതിയിലുള്ള ഒരു നേരത്തെ ഭക്ഷണം വൈകുന്നേരത്ത് ഞാൻ കൊണ്ടു കൊടുക്കുക എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവരെ പോയി കണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഒരു 15 പേര് നമ്മുടെ ടൗണിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഇന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഇത് തുടങ്ങാനുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ കുറേ മുമ്പത്തെ ഒരു ആഗ്രഹമാണ് ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു എൻ്റെ മുമ്പത്തെ ഒരു ആഗ്രഹം തന്നെയാണ്. തീർച്ചയായിട്ടും അതിലേക്ക് ഇന്നാണ് ഞാനന്ന് പുറപ്പെട്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് കടകളിൽ നിന്നും അരി നമുക്ക് സംഭാവനയായിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി സംഭാവനയായിട്ട് തന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള കുറച്ച് പൊടികളും നമുക്ക് സംഭാവനയായിട്ട് നമ്മളെ നാട്ടിലുള്ള കടകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ എല്ലാവരും സപ്പോർട്ടുള്ളത് കാരണമാണ് നമുക്കിങ്ങനെ ഒരു പരിപാടി തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം. തീർച്ചയായിട്ടും നമുക്ക് നേരെ അവരുമായിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അവർക്കുള്ള ചോറ് അടുപ്പത്താണ്. തീർച്ചയായിട്ടും അവർക്കുള്ള ഇന്ന് ചോറും സാമ്പാറും ഉപ്പേരിയും കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് ഡെയിലി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പാർ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ വെട്ടിങ്ങനെ ചൂടാക്കി തിളച്ചിരിക്കുകയാണ്. ചോറ് ഇതാ ഊറ്റിക്കൊണ്ടിരിക്കണം. നമ്മുടെ ചോറും സാമ്പാറും ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാർ, ചോറ്, ഉപ്പേരി ഇതാ അടുപ്പത്താണ്. അപ്പോൾ നമ്മൾ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചോറ് അവിടെ നമ്മളെ ആളുകൾ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചോറുണ്ടാക്കി. ഇന്ന് നമുക്ക് ചോറും അതുപോലെ തന്നെ ചിക്കൻ്റെ കറിയും നമുക്ക് സ്പോൺസറാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ നമ്മളെ ഒരു അളിയൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ഭാഗമായി തലേ ദിവസം വെച്ച ചോറിൽ നിന്നും നമ്മളൊരു 20 പൊതി അവർ നമുക്ക് മാറ്റി തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിതാ കറി എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് അവിടെ കല്യാണത്തിന് വൈകിട്ട് വെച്ച ഫുഡിൽ നിന്നാണ് നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു 20 പൊതിയോളം നമുക്ക് ചോറ്, അതുപോലെ തന്നെ അതിലേക്കുള്ള കറിയും നമുക്ക് തന്നത്. ഇതാണ് നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ടുള്ള തേങ്ങാച്ചോറാണ്. നമ്മൾ പാലക്കാടിൻ്റെ ഒരു തേങ്ങാച്ചോറ് എന്ന് പറയും. അപ്പോൾ അതാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോയി കൊടുത്തുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇതുപോലെയൊന്നും അവർക്ക് ആരും കൊടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ നല്ല ചൂട് കൊടുക്കാൻ അവർക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് മനസ്സ് നിറഞ്ഞ, നമുക്കത് കൊടുത്ത് തിരിച്ച് പോരുമ്പോൾ നമ്മളെ മനസ്സ് നിറയും. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് ആളുകൾ ഇതിപ്പോൾ നമ്മൾ മണ്ണാർക്കാട് കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷേ ഇതുപോലത്തെ ആളുകൾ ഒരുപാട് നമ്മുടെ ടൗൺ ഏരിയകളിലുണ്ട്. അപ്പോൾ പരമാവധി ഇതുപോലെയൊക്കെ അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് ദൈവത്തിൻ്റെ നിന്ന് അതിൻ്റെ പുണ്യം കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വിനോദേട്ടനാണത്. വിനോദേട്ടനൊക്കെ എനിക്ക് ആ ചോറാക്കി തരാനും എല്ലാത്തിനും അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു കാര്യത്തിനാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ തച്ചനാട്ടുകര പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറാണ് വിനോദേട്ടൻ. അപ്പോൾ ആളും എന്നെ ഒരുപാട് സഹായിച്ചു. പിന്നീട് നമുക്ക് സഹായത്തിന് വേറെയും മറ്റ് 2 പേര് വന്നു. പിന്നീട് കുറച്ച് ആളുകൾ നമുക്ക് എന്നെ അന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, ഇതുപോലുള്ള ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും അമ്മമാർ എത്രയൊക്കെ സഹായിക്കാനായിരിക്കാം മറ്റുള്ള കാര്യത്തിനൊക്കെ അവർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവരൊക്കെ എന്തെന്നാ പറയുക, ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടാണ് അടയ്ക്കാൻ വേണ്ടി കാത്തിരുന്നിട്ടാണ് അവർ കടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. എന്തായാലും ടൗണിലാണ്. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ചോറ് എടുക്കട്ടെ. 3 പേരുണ്ട്. ഭക്ഷണം ഫുഡ് ഒന്ന് കറി ഒന്ന് എടുത്തോളാം. കറി ഒന്ന്, ചോറ് എടുക്കാം.
അത് പോണ്ട പോണ്ട പോണ്ട. കഴിച്ചോളൂ കഴിച്ചോളൂ കഴിച്ചോളൂ. കഴിച്ചോളൂ. കുറച്ച് ഭയങ്കര മഴയാണ്, നല്ല മഴയായതുകൊണ്ട് പിന്നെ രാത്രിയാണ്, അപ്പോൾ വീഡിയോ ക്ലിയർ കുറച്ച് കുറവാകും. ഓക്കെ, ഭക്ഷണം ഡെയിലി ഉണ്ടാവും അല്ലേ? കേട്ടോ, ഡെയിലി ഭക്ഷണം ഉണ്ടാവേ കേട്ടോ. ഓക്കെ, നല്ല സന്തോഷത്തോടു കൂടിയാണ് അവരൊക്കെ വാങ്ങുന്നത്. ഭക്ഷണം നല്ല സന്തോഷത്തോടു കൂടി അവർ വാങ്ങുന്നത്. ഇല്ല, വെള്ളം അടിച്ചാലോ? ഇല്ലല്ല, പൊട്ടില്ല. വേസ്റ്റാക്കായിരുന്നു. ആ ചന്ദ്രേട്ടോ, ഓക്കെ ഓക്കെ. പാലോട് ആ, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നാണ്. ആ ഇതാ നേരെ പിടിക്കേ. നേരെ പിടിക്കണേ. ആ ആ, ചോറാണേ? കറി 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 കറി. ആ സാമ്പാർ ഡെയിലി ഉണ്ടാവും. ആ ആ ആ ആ. அண்ணன் டெய்லி எവിടെ ஆகும்? டெய்லி நான் வீட்டில் இருக்கேன். நான் கிதரா கேக்கும்பரம் இருக்குல்ல, அங்கே ஏபி மதரசா இருக்குது. கேக்கும்பரம் மதரசா பீடிக்கார வாப்பட்டி கொஞ்சம் கடை இருக்குது. அங்கே நான் இருப்பேன். பீடிக்கார வாப்பட்டி கடையில் இருப்பேன். அங்கே நீங்கள் வரலாம். உங்களுக்கு പീഡിക്കാർ വാപ്പട്ടി தெரியாது. ഓക്കെ ഓക്കെ ഓക്കെ. ഇന്നത്തെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞു. ഇന്ന് ഏകദേശം 20 പൊതി തീർന്നു. ഇരുട്ടായതുകൊണ്ട് ലൈറ്റ് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ചെറിയ ക്ലിയർ കുറവുണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം. ഇന്നത്തെ ഭക്ഷണം കൊടുക്കൽ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ഇതുപോലെ ആർക്കെങ്കിലും ഇതുപോലെ ഭക്ഷണമൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പർ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളെ തരുന്ന എന്ത് സംഭാവനകൾ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഇതുപോലുള്ള ആളുകൾക്ക് ഒരു നേരത്തെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കൂടി അതിൽ പങ്കാളിയാവാം.